Hi students, in this video I am going to discuss a new topic related to scheduling. So in the previous lectures we have already discussed what do you mean by schedule. Okay, actually schedule means the order of instruction of various transactions. Okay, ഇപ്പം നമ്മളൊരു രണ്ട് ട്രാൻസാക്ഷൻസ് കൺകറൻ്റായിട്ട് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും നമ്മളൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യും. ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണ് ദ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദാറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് വെച്ചാൽ ആ ട്രാൻസാക്ഷനകത്ത് വരുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ എക്സിക്യൂഷൻ ഓർഡറിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ന് പറയുന്നത് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് lecture we are going to discuss what you mean by recoverable and non-recoverable, similarly cascading and cascadeless schedule. Okay, so once a transaction T is committed, it should never be necessary to roll back. എന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ രണ്ട് ടേംസ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കമ്മിറ്റ് എന്ന് പറഞ്ഞൊരു ടേമും ഉണ്ട്, സിമിലർലി റോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു ടേമും ഉണ്ട്. അതിനകത്ത് കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ എൻറ്റയർ ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് വിതൗട്ട് എനി ഫെയിലിയർ ദെൻ വി ക്യാൻ കമ്മിറ്റ് ദ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വി വിൽ കമ്മിറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ. ഇഫ് വി കനോട്ട് execute all the instructions of a particular transaction, then we have to roll back. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ കംപ്ലീറ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ടു റോൾ ബാക്ക്. എന്ന് വെച്ചാൽ ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നമ്മളൊരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലായിരിക്കും നിൽക്കണം. ആ ഒരു സ്റ്റേറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? റോൾ ബാക്ക് ചെയ്ത് പോകണം. ഓക്കെ, അതാണ് ഡ്യൂറബിലിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിനെ വെച്ചും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെദർ എ ഷെഡ്യൂൾ ഇസ് റിക്കവറബിൾ ഓർ നോൺ റിക്കവറബിൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഷെഡ്യൂൾ ദാറ്റ് മീറ്റ് ദിസ് ക്രൈറ്റീരിയ ആർ കോൾഡ് റിക്കവറബിൾ ഷെഡ്യൂൾ ആൻഡ് ദോസ് ദാറ്റ് ഡു നോട്ട് മീറ്റ് ദിസ് ക്രൈറ്റീരിയ ആർ കോൾഡ് നോൺ റിക്കവറബിൾ ഷെഡ്യൂൾ. ഓക്കെ, നൗ ഹൗ ടു കാറ്റഗറൈസ് എ ഷെഡ്യൂൾ ആസ് റിക്കവറബിൾ ഓർ നോട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഷെഡ്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ ഹൗ വി ക്യാൻ ഡിഫൈൻ ദാറ്റ് പെർട്ടിക്കുലർ ഷെഡ്യൂൾ ഇസ് റിക്കവറബിൾ ഓർ നോട്ട് എന്നാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഗോയിങ് ടു റീഡ് ദ ഡെഫിനിഷൻ. എ ഷെഡ്യൂൾ എസ് ഇസ് റിക്കവറബിൾ ഇഫ് നോ ട്രാൻസാക്ഷൻ ടി ഇൻ എസ് കമ്മിറ്റ്സ് until all transactions T dash that has written some item X that T reads when commit. സിമ്പിളായി പറയുകയാണെങ്കിൽ ഞാൻ ഈ ഡയഗ്രത്തിൽ രണ്ട് ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷനും ടി ഡാഷ് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷനും. ഈ രണ്ട് ട്രാൻസാക്ഷനോട് ചേരുന്ന ഒരു ഷെഡ്യൂളാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്, വെദർ ഇറ്റ് ഈസ് റിക്കവറബിൾ ഓർ നോട്ട്. ഓക്കെ, ഇവിടെ ഈ ടി ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ 1 എന്ന് എഴുതിയിട്ട് റൈറ്റ് ഓഫ് എക്സ് എന്നും കൊടുത്തിട്ടുണ്ട്. ടിയുടെ അവിടെ 2 എന്ന് പറഞ്ഞിട്ട് റീഡ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഇൻസ്ട്രക്ഷനാണ് റൈറ്റ്, അതിന് ശേഷമാണ് എന്ത് വരുന്നത്? റീഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് എന്ന് പറയുന്നതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ. അതെന്ന് പറയുന്നത് ഏത് ട്രാൻസാക്ഷൻ്റെയാണ്? ടി ഡാഷ് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ്റെയാണ് റൈറ്റ് എക്സ്. സിമിലർലി അതിനുശേഷം ടി എന്ത് ചെയ്യുന്നു? റീഡ് എക്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ രണ്ട് ഇൻസ്ട്രക്ഷനും റീഡ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? എക്സ് എന്ന് പറഞ്ഞൊരു ഡേറ്റ ഐറ്റത്തിനെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഷുഡ് ബി റിക്കവറബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമ്മൾ ആ റൈറ്റ് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ വെച്ചാൽ ടി ഡാഷ് ഒരു പുതിയൊരു വാല്യൂ എക്സിന് റൈറ്റ് ചെയ്തു. ആ വാല്യൂ ആണ് ആര് റീഡ് ചെയ്തേക്കുന്നത്? ടി റീഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ബിഫോർ ഈ ഒരു ട്രാൻസാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ എക്സിനകത്തൊരു വാല്യൂ ഉണ്ടായിരിക്കണം. പക്ഷേ ടി ഡാഷ് എന്തൊക്കെയോ കുറേ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്? പുതിയൊരു വാല്യൂ എക്സിന് റൈറ്റ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ആ വാല്യൂവിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ടി റീഡ് ചെയ്തിരിക്കുന്നത്. സോ ഇൻ ഓർഡർ ഫോർ ദിസ് ഷെഡ്യൂൾ ടു ബി റിക്കവറബിൾ ബിഫോർ ട്രാൻസാക്ഷൻ ടി കമ്മിറ്റ്, ടി ഡാഷ് ഹാസ് ടു ബി കമ്മിറ്റഡ്. കാരണം ടി ഡാഷ്
റൈറ്റ് ചെയ്ത വാല്യൂ ആണ് ഇപ്പോൾ ആര് റീഡ് ചെയ്തിരിക്കുന്നത്, ടി റീഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ടി ഡാഷ് ആദ്യം കമ്മിറ്റ് ആയതിനു ശേഷം മാത്രമേ ആര് കമ്മിറ്റ് ആകുള്ളൂ, ടി കമ്മിറ്റ് ആകാവുള്ളൂ. ഇങ്ങനത്തെ ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിക്കവറബിൾ ട്രാൻസാക്ഷൻ. ഓക്കെ, റിക്കവറബിൾ ഷെഡ്യൂൾ. ഓക്കെ, so here we have a schedule with the two transactions T and T dash, and here the first instruction we are executing is the write of x, and the second instruction we are executing is read of x. In both this instruction we are accessing the same data item x എന്ന് പറഞ്ഞിട്ട് ഡേറ്റ ഐറ്റത്തിനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇവിടെ T dash already before executing this schedule we have already a value for xൻ്റെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. അപ്പം ഈ ടി ഡാഷിന് ഓൾറെഡി കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു റീഡും റൈറ്റും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയോ കുറേ ഓപ്പറേഷൻസ് കുറേ ഫങ്ഷൻസ് പെർഫോം ചെയ്തതിന് ശേഷം എക്സിന് പുതിയൊരു വാല്യൂ ആര് റൈറ്റ് ചെയ്തു, ടി ഡാഷ് റൈറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഈ ടി എന്ത് ചെയ്യുന്നത്, എക്സിൻ്റെ വാല്യൂ റീഡ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഏത് വാല്യൂ ആണ് റീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ടി ഡാഷ് ഏത് വാല്യൂ ആണോ റൈറ്റ് ചെയ്തത് ആ വാല്യൂ ആയിരിക്കും ടി റീഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ഷെഡ്യൂൾ റിക്കവറബിൾ ആകണമെങ്കിൽ ദ ടി ഡാഷ് ഹാസ് ടു ബി കമ്മിറ്റഡ് ബിഫോർ ടി കമ്മിറ്റ് ആകുന്നതിന് മുന്നേ ടി ഡാഷ് എന്ത് ചെയ്യണം, കമ്മിറ്റ് ആകണം. ഈ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ഷെഡ്യൂൾസിനെ നമുക്ക് എന്താണെന്ന് പറയാം, വി ക്യാൻ സേ ഓൾ സച്ച് കൈൻഡ് ഓഫ് ഷെഡ്യൂൾസ് ആർ റിക്കവറബിൾ ഷെഡ്യൂൾ. ഓക്കെ, നൗ ഹിയർ we have given 3 schedules. Our aim is to check whether these schedules are recoverable or not. നമുക്കിവിടെ മൊത്തം 3 ഷെഡ്യൂൾസ് തന്നിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഈ തന്നിരിക്കുന്ന ഓരോ ഷെഡ്യൂൾസും എന്താണോ എന്നാണ്, റിക്കവറബിൾ ആണോ അല്ലയോ എന്നാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എസ് സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. R1 of x എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കി ആദ്യമേ എല്ലാം പറയാം. R1 of x, W1 of x, R2 of x, R1 of y, W2 of x, C2 A1. ഓക്കെ, അതിനകത്ത് R1 of x എന്ന് പറയുന്നത് 1, 2 ആകെ 2 ഡിജിറ്റ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ, 1ഉം 2ഉം. സോ ഈ ഒരു ഷെഡ്യൂളിനകത്ത് 2 ട്രാൻസാക്ഷൻസ് ആണുള്ളത്, T1ഉം T2ഉം. ഇനി T1 പെർഫോം ചെയ്യുന്ന റീഡിനെയാണ് നമ്മളെങ്ങനെ R1 എന്ന് കൊടുക്കുന്നത്. T2 പെർഫോം ചെയ്യുന്ന റീഡാണെങ്കിൽ R2 എന്ന് കൊടുക്കും. T1 പെർഫോം ചെയ്യുന്ന റൈറ്റ് ആണെങ്കിൽ നമ്മൾ W1 എന്ന് കൊടുക്കും. T2 പെർഫോം ചെയ്യുന്ന റൈറ്റ് ആണെങ്കിൽ നമ്മൾ W2 എന്ന് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ ഏത് ഡേറ്റ ഐറ്റത്തിനാണ് ആക്സസ് ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ വിതിൻ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. ഇഫ് യു ആർ ആക്സസിങ് എക്സ് ദെൻ വിതിൻ ബ്രാക്കറ്റ് വി വിൽ റൈറ്റ് എക്സ്. ഇഫ് യു ആർ ആക്സസിങ് വൈ ദെൻ വിതിൻ ബ്രാക്കറ്റ് വി വിൽ റൈറ്റ് വൈ. ഓക്കെ, ദെൻ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആകുകയാണെങ്കിൽ വി വിൽ യൂസ് ദ ടേം സി. ഇഫ് യു ആർ അബോട്ടിങ് ദ ട്രാൻസാക്ഷൻ വി വിൽ യൂസ് ദ ടേം എ. ഓക്കെ, സോ ഫസ്റ്റ് ഗോ ത്രൂ ദി ഫസ്റ്റ് ഷെഡ്യൂൾ, ദാറ്റ് ഈസ് R1 of x. അപ്പം ഷെഡ്യൂൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ ദ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷനാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യമേ ട്രാൻസാക്ഷൻ 1ൻ്റെ റീഡാണ് നടത്തുന്നത്. അതേത് ഡേറ്റ ഐറ്റത്തിനാണ്, എക്സ് എന്ന് പറഞ്ഞൊരു ഡേറ്റ ഐറ്റത്തിനാണ് റീഡ് ചെയ്യുന്നത്. അതിനുശേഷം T1 തന്നെ ഒരു വാല്യൂവിനെ റൈറ്റ് ചെയ്യുന്നു, എക്സിന് പുതിയൊരു വാല്യൂ ഞാൻ റൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം T2 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ എക്സ് എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിനെ റീഡ് ചെയ്യുന്നു. അതിനുശേഷം T2 എഗെയിൻ റീഡിങ് എ ഡേറ്റ ഐറ്റം വൈ. ദെൻ T2 ഈസ് റൈറ്റിംഗ് എ ന്യൂ ഡേറ്റ ഐറ്റം ടു എക്സ്. അതിനുശേഷം T2 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആകുന്നു, അതാണ് C2 എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതിനുശേഷം എന്താണ്, ട്രാൻസാക്ഷൻ 1 അബോർട്ട് ആകുകയാണ്. നൗ വി ഹാവ് ടു ചെക്ക് വെദർ ദിസ് ഈസ് റിക്കവറബിൾ ഓർ നോട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്ത വാല്യൂ മറ്റൊരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുമ്പോൾ ആ റീഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ എവിടെ നിന്നാണോ റീഡ് ചെയ്തത്, ആര് റൈറ്റ് ചെയ്തതാണോ റീഡ് ചെയ്തത് ആ ട്രാൻസാക്ഷൻ ആദ്യം കമ്മിറ്റ് ആവണം. എന്ന് വെച്ചാൽ ആ റൈറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ ആദ്യം കമ്മിറ്റ് ആകണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിക്കേ, ഇവിടെ ആദ്യം ഒരു റീഡ് എക്സ് ആണ്. റീഡ് എക്സ് വന്നു കഴിഞ്ഞാൽ നോ പ്രോബ്ലം, ഇനിഷ്യൽ റീഡ് എക്സിന് പ്രോബ്ലം ഇല്ല, എന്ന് വെച്ചാൽ അത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 1
എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ തന്നെ എന്ത് ചെയ്യണം, ഒരു എക്സിന് പുതിയൊരു വാല്യൂ റൈറ്റ് ചെയ്തു. അതിനുശേഷം ദാണ്ടേ ട്രാൻസാക്ഷൻ 2 എന്ത് ചെയ്യുകയാണ്, എക്സ് എന്ന് പറഞ്ഞ വാല്യൂവിനെ റീഡ് ചെയ്യുകയാണ്. കണ്ടോ, ട്രാൻസാക്ഷൻ 2 എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, എക്സ് എന്ന് പറഞ്ഞ വാല്യൂവിനെ റീഡ് ചെയ്യുന്നു. അപ്പം ഇവിടെ ട്രാൻസാക്ഷൻ 2 ഈസ് റീഡിങ് ദ വാല്യൂ ദാറ്റ് ഈസ് റിട്ടൺ ബൈ എക്സ്. കാരണം ഇവിടെ T1 പുതിയൊരു വാല്യൂ എക്സിന് കൊടുത്തു. ആ വാല്യൂ ആയിരിക്കും ഇനി എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ 2 റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഷെഡ്യൂളിനകത്ത് ബിഫോർ കമ്മിറ്റിംഗ് T2 ആര് കമ്മിറ്റ് ആകണം, T1 കമ്മിറ്റ് ആകണം. കാരണം എന്താണെന്ന് വെച്ചാൽ T1 റൈറ്റ് ചെയ്തൊരു വാല്യൂവിനെയാണ് ഇവിടെ T2 റീഡ് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ T1 കമ്മിറ്റ് ആയതിനു ശേഷം മാത്രമേ T2 കമ്മിറ്റ് ആവുകയുള്ളൂ. നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടെ നമ്മുടെ T1 കമ്മിറ്റ് ആയിട്ടില്ല, അതെന്തായിരിക്കുന്ന, അബോട്ടായിരിക്കുകയാണ്. ആ കേസിൽ ഇത് റിക്കവറബിൾ ആണോ, ദിസ് ഇസ് നോട്ട് റിക്കവറബിൾ. ഇത് അബോട്ടായി കഴിഞ്ഞാൽ ആ A1 മീൻ ചെയ്യുന്നത് എന്താണ്, ദാറ്റ് ഇസ് ദ ട്രാൻസാക്ഷൻ 1 ഇസ് അബോട്ടിങ്. A1 അബോട്ട് ആകുക എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻ 1 ഇസ് ഗെറ്റിംഗ് റോൾ ബാക്ക്. മീൻസ് എന്ന് വെച്ചാൽ ദാണ്ട് ദിസ് R1 ഓഫ് എക്സ് റോൾ ബാക്ക് ചെയ്യും, W1 ഓഫ് എക്സ് റോൾ ബാക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ ചേഞ്ചസ് ഒക്കെ മാറ്റുകയാണ്. വെച്ചാൽ പുതിയ T1 റൈറ്റ് ചെയ്ത ആ വാല്യൂവിനെയൊക്കെ എടുത്ത് കളയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ റീഡ് ചെയ്തത് കറക്റ്റ് ആണോ, കറക്റ്റ് ആകില്ല. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്താ റോൾ ബാക്ക് ചെയ്ത് പോവുകയാണ്. അപ്പം ഇവിടെയും എന്ത് വരും, മിസ്മാച്ച് വരും. സോ ദിസ് ഈസ് എ നോൺ റിക്കവറബിൾ ഷെഡ്യൂൾ. ഓക്കെ, നൗ വി മേ ചെക്ക് ദി നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് SD. അടുത്തൊരു ഷെഡ്യൂൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് R1 ഓഫ് എക്സ്, ദാറ്റ് ഈസ് എന്താണ്, ജസ്റ്റ് റീഡ് ചെയ്യുന്നു, എക്സ് എന്ന വാല്യൂവിനെ റീഡ് ചെയ്യുന്നു. അതിനുശേഷം ട്രാൻസാക്ഷൻ 1 തന്നെയാണ്. അതിനുശേഷം ട്രാൻസാക്ഷൻ 1 തന്നെ എന്ത് ചെയ്യുന്നു, ഒരു വാല്യൂവിനെ റൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം ട്രാൻസാക്ഷൻ 1 റൈറ്റ് ചെയ്ത വാല്യൂവിനെയാണ് ഇവിടെ റീഡ് ചെയ്തെന്ന് പറയാൻ കാര്യം എന്താ, ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ ആക്സസിങ് ദ സെയിം ഡേറ്റ ഐറ്റം അല്ലേ. അപ്പം 1 റൈറ്റ് ചെയ്ത ഒരു വാല്യൂവിനെയാണ് ഇവിടെ റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് റിക്കവറബിൾ ആകണമെങ്കിൽ ആരാദ്യം കമ്മിറ്റ് ആകണം, T1 ഹാസ് ടു ഗെറ്റ് കമ്മിറ്റഡ്. എന്ന് വെച്ചാൽ ആദ്യം C1 വരണം, അതിനുശേഷം മാത്രമേ C2 വരാവുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഫൈനലിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇനിഷ്യലി C1 തന്നെയാണ് വന്നിരിക്കുന്നത്, അതിനുശേഷമാണ് എന്ത് വന്നിരിക്കുന്നത്, C2 വന്നിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദിസ് ഷെഡ്യൂൾ ഇസ് എ റിക്കവറബിൾ ഷെഡ്യൂൾ. ഓക്കെ, നമ്മൾ ബാക്കിയും കൂടെ നോക്കി പോയിക്കേ. R2 റീഡ് ചെയ്തു, അതിനുശേഷം R1 വീണ്ടും ട്രാൻസാക്ഷൻ T1 എന്ന് പറയുന്നത് പുതിയൊരു ഡേറ്റ ഐറ്റം Y എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിനെ റീഡ് ചെയ്യുന്നു. അതിനുശേഷം W2 എന്താണ്, ട്രാൻസാക്ഷൻ 2 എക്സിന് പുതിയൊരു വാല്യൂ കൊടുക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്, W1 Yക്ക് പുതിയൊരു വാല്യൂ കൊടുക്കുകയാണ്. ഇതൊന്നും ഇവിടെ ഈ റൈറ്റിന് ശേഷം എന്ത് വരുന്നില്ല, ഒരു റീഡ് വരുന്നില്ല, രണ്ടും റൈറ്റാണ്. സോ നമ്മളവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഈ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ ആഫ്റ്റർ എ റൈറ്റ് ഒരു റീഡ് വന്നിരിക്കുന്നത്. അപ്പം ആ റൈറ്റ് ആദ്യം കമ്മിറ്റ് ആകണം. ആ റൈറ്റ് എന്ന് പറയുന്നത് T1 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ്റെ ആയിരുന്നു. സോ C1 ആദ്യം കമ്മിറ്റായി, അതിനുശേഷമാണ് നെക്സ്റ്റ്. സോ ദിസ് ഇസ് എ റിക്കവറബിൾ ഷെഡ്യൂൾ. നൗ നെക്സ്റ്റ് ഇസ് SC, അനദർ ഷെഡ്യൂൾ. ഓക്കെ, we may go through this schedule. നെക്സ്റ്റ് R1 ഓഫ് എക്സ്. R1 ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എന്താണ്, ട്രാൻസാക്ഷൻ 1 ഇസ് റീഡിങ് എ ഡേറ്റ ഐറ്റം എക്സ്. അതിനുശേഷം ട്രാൻസാക്ഷൻ 1 ഇറ്റ് സെൽഫ് ഇസ് റൈറ്റിംഗ് എ ഡേറ്റ ഐറ്റം. നെക്സ്റ്റ് R2 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ R2 ഓഫ് എക്സ് മീൻസ് ട്രാൻസാക്ഷൻ T2 ഈസ് റീഡിങ് എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ 1 റൈറ്റ് ചെയ്ത ഒരു വാല്യൂവിനെയാണ് ട്രാൻസാക്ഷൻ 2 എന്ത് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നത്. സോ ഹിയർ ട്രാൻസാക്ഷൻ 1 ഹാസ് ടു ഗെറ്റ് കമ്മിറ്റഡ് ബിഫോർ ട്രാൻസാക്ഷൻ 2 ഹാസ് ടു കമ്മിറ്റ്. ബട്ട് ഇൻ ദിസ് കേസ് ട്രാൻസാക്ഷൻ 1 ഈസ് അബോട്ടഡ്. ട്രാൻസാക്ഷൻ 1 കമ്മിറ്റ് ആയില്ല, പകരം അബോട്ടാണ് ആയത്. അബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റെപ്സിനെയും റോൾ ബാക്ക് ചെയ്ത് പ്രീവിയസ് സ്റ്റേറ്റിലോട്ട് പോകാം. അപ്പോൾ ട്രാൻസാക്ഷൻ 1 കമ്മിറ്റ് ആയ സ്ഥിതിക്ക് ഇവിടെ ട്രാൻസാക്ഷൻ 2 എന്തായിട്ടുണ്ട്, കമ്മിറ്റ് ആയിട്ടുണ്ട്. So we can say this schedule is also a recoverable schedule. Okay, so in this case SD and SE both are recoverable schedule and only SC is non
recoverable schedule. Okay. Next, we have to discuss what do you mean by cascading rollback. Cascading rollback. Okay. So we have to examine the situation in which the cascading rollback comes. It occurs when an uncommitted transaction has to be rolled back because it read an item from a transaction that failed. മനസ്സിലായോ? It occurs when an uncommitted transaction has to be rolled back because it has read an item from a transaction that failed. ഫെയിൽ ആയിപ്പോയ ഒരു ട്രാൻസാക്ഷനിൽ നിന്നും എന്നുവെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ ഓൾമോസ്റ്റ് ഓൾ സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞു, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, 95% കംപ്ലീറ്റ് ആയി. ആ 95% കംപ്ലീറ്റ് ആവുന്നതിനിടയ്ക്ക് ഇറ്റ് ഹാസ് പെർഫോംഡ് മെനി റീഡ് ആൻഡ് മെനി റൈറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, ആ റൈറ്റ് ഓപ്പറേഷൻസിൻ്റെ പല വാല്യൂസും സെയിം ഷെഡ്യൂളിലുള്ള മറ്റ് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടാകും? റീഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പം ആദ്യത്തെ ട്രാൻസാക്ഷൻ ഒരു 95 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഫെയിലായി പോയെങ്കിൽ എന്ത് ചെയ്യണം? ഈ നമ്മുടെ സെക്കൻഡ് ട്രാൻസാക്ഷൻ ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ ഏതൊക്കെ കണ്ടൻസ് ആണോ റീഡ് ചെയ്തത് അതെല്ലാം എന്ത് ചെയ്യേണ്ടി വരും? റോൾ ബാക്ക് ചെയ്ത് വരേണ്ടി വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാസ്കേഡിങ് റോൾ ബാക്ക്. ദാറ്റ് ഈസ് ഇഫ് ആൻ അൺകമ്മിറ്റഡ് ട്രാൻസാക്ഷൻ ഹാസ് റെഡ് എനി വാല്യൂ ഓഫ് എ ഫെയിൽഡ് ട്രാൻസാക്ഷൻ then it has to roll back. Such a rollbacking is termed as cascading rollback. ഒരു വെച്ചാൽ ഇപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ടു ഗെറ്റ് കമ്മിറ്റഡ്. ആ ഒരു ട്രാൻസാക്ഷൻ ഹാസ് റെഡ് സം വാല്യൂ ഓഫ് ആൻ ഫെയിൽഡ് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ 95 ആയപ്പോഴത്തേക്ക് അത് ഫെയിലായിപ്പോയി. പക്ഷേ അതിൻ്റെ കുറേ വാല്യൂസ് ഇപ്പോൾ കറൻ്റ്ലി പ്രോപ്പറായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ കറൻ്റ്ലി പ്രോപ്പറായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസാക്ഷൻ ഹാസ് ടു ഗെറ്റ് റോൾ ബാക്ക്. ആ ഒരു ടൈപ്പ് ഓഫ് റോൾ ബാക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാസ്കേഡിങ് റോൾ ബാക്ക്. ഓക്കെ, ജസ്റ്റ് ലുക്ക് ദിസ് എക്സാമ്പിൾ. SC, ഈ ഒരു എക്സാമ്പിൾ നോക്കി. ഹിയർ വി ഹാവ് പ്രൊവൈഡഡ് എ ഷെഡ്യൂൾ SC. ഓക്കെ, ദാറ്റ് ഈസ് അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് R1 ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഇവിടെ ആ 1 എന്ന് പറഞ്ഞ ഡിജിറ്റ് ഉണ്ട്, 2 ഉണ്ട്. സോ വി ക്യാൻ എക്സാമിൻ ദാറ്റ് ഹിയർ 2 ട്രാൻസാക്ഷൻ ഇൻ ദിസ് ഷെഡ്യൂൾ. ഈ ഒരു ഷെഡ്യൂളിൽ 2 ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. അതിൻ്റെ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എക്സ് എന്ന് പറഞ്ഞ വാല്യൂവിനെ റീഡ് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഒരു വാല്യൂ എക്സിന് റൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ വാല്യൂവിനെ എക്സിൻ്റെ പറഞ്ഞ വാല്യൂവിനെ ആര് റീഡ് ചെയ്യുന്നു? സെക്കൻഡ് ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്നു. അപ്പം W1 റൈറ്റ് ചെയ്തൊരു വാല്യൂവിനെ ആണ് ആര് റീഡ് ചെയ്തേക്കുന്നത്? WR. ഫസ്റ്റ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തൊരു വാല്യൂവിനെയാണ് സെക്കൻഡ് ട്രാൻസാക്ഷൻ റീഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇൻ ദിസ് കേസ് A1 ഇസ് അബോർട്ടഡ്. A1 അബോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ 1 അബോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ 1 ബന്ധപ്പെട്ട എല്ലാ സ്റ്റെപ്സും, ദറ്റ് ഈസ് ഈ ഇൻസ്ട്രക്ഷൻ, അതേ കണക്ക് ദിസ് ഇൻസ്ട്രക്ഷൻ, then this instruction and this is instruction, all these instructions has to be roll back. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ റോൾ ബാക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ റോൾ ബാക്ക് ചെയ്യണ്ടേ? കാരണം ഈ റൈറ്റ് ചെയ്ത വാല്യൂവിനെയാണ് റീഡ് ചെയ്തേക്കുന്നത്? T2 റീഡ് ചെയ്തിരിക്കുന്നത്. സിൻസ് ദിസ് ഗെറ്റ് റോൾ ബാക്ക്, കാരണം ഇത് അബോർട്ടായി, എന്തോ ഒരു ഫെയിലിയർ സംഭവിച്ചത് കൊണ്ട് A1 അബോർട്ടഡ്. അപ്പം 1 റിലേറ്റ് ചെയ്ത എല്ലാ സ്റ്റെപ്സും, ദാറ്റ് ഇസ് R1, W1, this R1, this W1, all has to get rolled back. Since this value is used by the second transaction, it also has to get aborted. Okay, this is termed as cascading rollback. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? A1 ട്രാൻസാക്ഷൻ 1 അബോർട്ടായി, ട്രാൻസാക്ഷൻ 2 അബോർട്ടായി. ഓക്കെ, so this is termed as cascading rollback. Now we have to check which schedule is cascadeless. A schedule is said to be cascadeless or to avoid cascading rollback if every transaction in the schedule read only item that were written by committed transactions. ഒരു ഷെഡ്യൂളിൽ ഒരു ട്രാൻസാക്ഷൻ
മറ്റൊരു ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്ത വാല്യൂവിനെ റീഡ് ചെയ്യണമെങ്കിൽ ആ നമ്മൾ എവിടെ നിന്നാണോ റീഡ് ചെയ്യുന്നത് അയാൾ ആദ്യമേ കമ്മിറ്റ് ആകണം. കമ്മിറ്റ് ആയത് മാത്രം റീഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ വി ക്യാൻ സേ സച്ച് ഷെഡ്യൂൾസ് ആർ കാസ്കേഡ്ലെസ്. ഓക്കെ, ഈ റിക്കവറബിളും നോൺ റിക്കവറബിളും അതൊക്കെ കാസ്കേഡിങ് കാസ്കേഡ്ലെസ്സും തിരിഞ്ഞു പോകരുത്. എല്ലാം ഓൾമോസ്റ്റ് റിലേറ്റഡ് ആണ്, എങ്കിൽ കൂടിയും വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് ഓഫ് ദം. ഓക്കെ, അപ്പം കാസ്കേഡ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാസ്കേഡ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if in a particular schedule, if a transaction is reading a particular data item that is written by another transaction, then before reading that data item, from where we are reading, that transaction has to get committed. Then that type of schedule is said to be cascadeless. Okay, now we have to examine what you mean strict schedule. Okay, it is a more restricted type of schedule in which transaction can neither read nor write an item X until the last transaction that wrote X has commit. എന്ന് വെച്ചാൽ it is more restricted type of schedule in which transaction can neither read or write an item X. റീഡ് ചെയ്യാനും പറ്റില്ല, പുതിയൊരു വാല്യൂ അങ്ങോട്ട് റൈറ്റ് ചെയ്യാനും പറ്റില്ല അൺടിൽ ദ ഫസ്റ്റ് റിട്ടേൺ ട്രാൻസാക്ഷൻ ഹാസ് ടു ബി കമ്മിറ്റഡ്. ഓക്കെ, അങ്ങനത്തെ ഷെഡ്യൂളിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. ഓക്കെ, സോ ഇതിത്രയാണ് ഞാൻ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ഷെഡ്യൂൾ, ദറ്റ് ഈസ് ഹൗ ടു ചെക്ക് വെദർ എ ഷെഡ്യൂൾ ഈസ് റിക്കവറബിൾ, നോൺ റിക്കവറബിൾ, സിമിലർലി whether it is cascading or cascadeless, cascading rollback or cascadeless. Okay, so please go through the video closely, try to understand. If any queries, just clarify it. Okay, thank you.